ഹായ്, നമ്മൾ ഷോർട്ട് റൺ തിയറി ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് കാണേണ്ടത് ലോങ് റൺ തിയറി ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ലോങ് റണ്ണിൻ്റെ പ്രത്യേകത അറിയാം അല്ലേ. എന്താണ്? ഇൻ ദ ലോങ് റൺ ഓൾ ഇൻപുട്ട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്ടുകളിലും മാറ്റം വരുത്താൻ കഴിയുന്ന കാലയളവിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് വിളിക്കുന്നത്. ലോങ് റൺ ഈസ് എ പീരിയഡ് ഇൻ വിച്ച് ഓൾ ഇൻപുട്ട്സ് ക്യാൻ ബി വാരിയഡ്. അപ്പോൾ ഈ ലോങ് റണ്ണിൽ ഔട്ട്പുട്ട് മാറ്റണമെങ്കിൽ എല്ലാ ഇൻപുട്ടുകളിലും മാറ്റം വരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ നിവേശങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഔട്ട്പുട്ടിൽ ഉൽപ്പന്നത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് മൊത്ത ഉൽപ്പന്നം 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. ഒന്നാമത്തെ ഘട്ടത്തെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ വർദ്ധമാന പ്രത്യായ ഘട്ടമെന്നും, രണ്ടാമത്തേതിനെ കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു സ്കെയിൽ സ്ഥിര പ്രത്യായ ഘട്ടമെന്നും, മൂന്നാമത്തേതിനെ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ അപചയ പ്രത്യായ ഘട്ടമെന്നും പറയും. അപ്പോൾ നമുക്ക് തിയറിയെക്കുറിച്ച് കൂടുതലായിട്ടറിയാം എന്താണിതെന്ന്. ദ ലോങ് റൺ തിയറി ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് റിട്ടേൺസ് ടു സ്കെയിൽ. ദീർഘകാല ഉൽപ്പാദന നിയമത്തെ റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ഓൾ ഇൻപുട്ട്സ് ആർ ചേഞ്ച്ഡ് പ്രൊപ്പോർഷനേറ്റ്ലി ദ ഔട്ട്പുട്ട് പാസസ് ത്രൂ ദ ഫോളോയിങ് 3 സ്റ്റേജസ്. എല്ലാ നിവേശങ്ങളിലും ഒരേ അളവ് ഒരേ ആനുപാതിക മാറ്റമുണ്ടാക്കുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് മൊത്ത ഉൽപ്പന്നം താഴെ പറയുന്ന 3 സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ഓൾ ഇൻപുട്സ് ആർ ചേഞ്ച്ഡ് പ്രൊപ്പോർഷനേറ്റ്ലി the output അഥവാ ടോട്ടൽ പ്രോഡക്റ്റ് എന്നും പറയും കേട്ടോ. ടോട്ടൽ പ്രോഡക്റ്റ് മൊത്ത ഉൽപ്പന്നം ടോട്ടൽ പ്രോഡക്റ്റ് പാസസ് ത്രൂ ഫോളോയിങ് 3 സ്റ്റേജസ്. താഴെ പറയുന്ന 3 സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. ദ ഫസ്റ്റ് സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെ IRS എന്നാണ് വിളിക്കുക. വർദ്ധമാന പ്രത്യായ ഘട്ടം എന്ന് പറയും. രണ്ടാമത്തേത് കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു സ്കെയിൽ സ്ഥിര പ്രത്യായ ഘട്ടം എന്ന് പറയും, CRS. The third one is diminishing returns to scale. അതിനെ DRS എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്ന് നോക്കാം, IRS. IRS എന്ന് പറയുന്നത് വർദ്ധമാന പ്രത്യായ ഘട്ടം എന്ന് പറയും. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിവേശങ്ങളിൽ ഇൻപുട്ടുകളിൽ ഒരു നിശ്ചിത ശതമാനം അല്ലെ അനുപാതം മാറ്റം ഉണ്ടാക്കുമ്പോൾ ഔട്ട്പുട്ട് ആ അനുപാതത്തെക്കാളും കൂടുതൽ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നോക്കാം. വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് more than proportionately
to the increase in inputs. Increase in inputs. നിവേശങ്ങളിലുണ്ടാക്കുന്ന വർധനവിനേക്കാളും കൂടുതൽ വർധനവ് ഔട്ട്പുട്ടിലുണ്ടാവുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10% ഇൻക്രീസ് ഇൻ ഇൻപുട്ട് lead to 20% increase in ടോട്ടൽ പ്രോഡക്റ്റ്. അതായത് 10% ഇൻപുട്ട് വർദ്ധിച്ചാൽ 20% ഔട്ട്പുട്ട് വർദ്ധിക്കുന്നത് ഏതിൻ്റെ കേസാണ്? ഈ IRSൻ്റെ കേസാണ്. ഇനി രണ്ടാമത്തേത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, CRS എന്താണ്? ഇൻപുട്ടിലുണ്ടാവുന്ന അതേ ആനുപാതിക മാറ്റം തന്നെ ഔട്ട്പുട്ടിലും ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ CRS, സ്ഥിര പ്രത്യായ ഘട്ടം എന്ന് വിളിക്കുന്നത്. When change in output is proportionate to change in input. When change in output is same proportionate to, സെയിം ആണ് കേട്ടോ, ഒരേ അനുപാതമാണ്. എക്സാമ്പിൾ എന്താണ് പറയുക? എക്സാമ്പിൾ 10% ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. ഇൻപുട്ട്സിൽ 10% ഇൻക്രീസ് ഉണ്ടാവുന്നു. ടോട്ടൽ പ്രോഡക്റ്റ് അഥവാ ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസസ് 10%. ഇൻപുട്ടിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ടും അതേ 10% തന്നെ വർദ്ധിക്കുന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? സ്ഥിരപ്രത്യായ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി മൂന്നാമത്തേതാണ് നമ്മൾ പറയുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ, DRS എന്ന് പറയും. DRS എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് ലെസ് പ്രൊപ്പോർഷനേറ്റ് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്സ്. ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് is less than proportionate, കുറവായിരിക്കും എന്നർത്ഥം. to the change in input. ഇൻപുട്ടിലുണ്ടാവുന്ന മാറ്റത്തേക്കാളും കുറവ് മാത്രം മാറ്റം ഔട്ട്പുട്ടിലുണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ അപചയ പ്രത്യായ ഘട്ടം എന്ന് മലയാളത്തിൽ വിളിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്താണ് പറയാൻ പറ്റുന്നത്? 10% ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ലീഡ് ടു 8% ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ 8ഓ 5ഓ 7ഓ എത്ര വേണമെങ്കിലും, അതായത് 10ൽ കുറവായിരിക്കുമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡയഗ്രം വരക്കാം. എളുപ്പത്തിലുള്ള ഒരു ഡയഗ്രമാണ് ഇത്. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. Y ആക്സിസ്, X ആക്സിസ്. ഇവിടെ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. ഇവിടെ ഇൻപുട്ട്സ് ആണ് എടുക്കുക. ഇൻപുട്ട്സ്. അപ്പം നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന ശ്രദ്ധിച്ചോളൂ, വളരെ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞു. അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു ഫാക്ടർ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു
ഫാക്ടർ. കണ്ടില്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിന് IRS എന്ന് കൊടുക്കും, രണ്ടാമത്തേത് CRS, മൂന്നാമത്തേത് DRS. ഇതാണ്, വളരെ എളുപ്പമാണ് ഡയഗ്രാം വരയ്ക്കാൻ. അപ്പോൾ 3 സ്റ്റേജുകളെക്കുറിച്ചും ലോസ് ഓഫ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ടു സ്കെയിലിനെ കുറിച്ചും നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.